സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഞാൻ പ്രത്യേകമായി ഈ വീഡിയോ ഇടാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഇന്ന് ജലീൽ പറഞ്ഞിരിക്കുന്നത് ഒരു ചാനലിലൂടെ കാണാനിടയായി. PK ഫിറോസിന് 3,4 ലക്ഷം 4,4 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ഒരു ജോലിയുണ്ട്, അത് UAE-യിലാണ്. ശരി, അത് അഭിമാനിക്കുകയല്ലേ വേണ്ടത്? അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഒരു ജോലി എന്തായാലും മോഷ്ടിക്കുന്നതല്ലല്ലോ, നിന്നെ പോലെ കള്ളക്കടത്ത് നടത്തിയില്ലല്ലോ. PK ഫിറോസിന് ഒരു ജോലി കിട്ടിയെന്നാ, എവിടെയെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞ് PK ഫിറോസിന് ജോലി ചെയ്തൂടെ? ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്തൂടെ? ആരെ കമ്പനി ആയിക്കൊണ്ട് പോട്ട്, PK ഫിറോസ് ജോലി ചെയ്ത അത് ശമ്പളം വാങ്ങിച്ച് അത് PK ഫിറോസിന്റെ കഴിവ്. അല്ല നിന്നെ പോലെ കള്ളക്കടത്ത് നടത്തിയെന്ന, പിന്നെ അഴിമതി നടത്തിയെന്ന എന്നും പറഞ്ഞൊന്നും ആരും പറഞ്ഞില്ലല്ലോ. നീ ഈ ചെറ്റത്തരം പറയുന്നതിനൊക്കെ ഒരു മര്യാദ വേണ്ടേ? അപ്പൊ PK ഫിറോസ് ശരി ജോലി ചെയ്യുന്നു, അത് പോട്ടെ. അതിന് നീ ഈ നാട്ടുകാരുടെ വന്നിരുന്ന് പറയുന്നതിന് എത്രയോ പേര് എവിടെയെല്ലാം ജോലി ചെയ്യുന്നു. ഇപ്പൊ രാഷ്ട്രീയക്കാരനാണെങ്കിൽ എവിടെയെങ്കിലും ഏതൊരു കമ്പനിയിൽ ജോലി കിട്ടിയത് നല്ലത് തന്നെയാണ്. രാഷ്ട്രീയം കൊണ്ട് ജീവിക്കണ്ടല്ലോ. രാഷ്ട്രീയ ജീവിതമാർഗമാക്കിയ നിന്നെ പോലെയുള്ള ചെറ്റകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. PK ഫിറോസിന് ജോലി കിട്ടിയെങ്കിൽ കമ്പനി ജോലി ചെയ്യുന്നെങ്കിൽ PK ഫിറോസ് ചെയ്യട്ടെ. അതിന് നിനക്കെന്താണ് കുഴപ്പം? നീ എന്താ എല്ലാവരുടെയും പിന്നെ അടങ്കലെടുത്തിരിക്കുകയാണ്? അതൊന്നും അല്ലല്ലോ. നിനക്കിതൊന്നും പറ്റിയതല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. നീ കുറച്ച് വിദ്യാഭ്യാസമുള്ള, നീ കോളേജ് ലെക്ചററായിരുന്ന, പ്രൊഫസറായിരുന്ന, നീ ഇപ്പൊ ഡോക്ടർ എന്നൊക്കെയാണ് പറയുന്നത്. നീ എന്താ തെണ്ടിത്തരമാണ് പറയുന്നത്? ഇത് നാട്ടിലെ കവലച്ചട്ടമ്പിമാര് പറയുന്ന രീതിയിലല്ലേ നീ സംസാരിക്കുന്ന? ഇതൊന്നും നിനക്ക് ഭൂഷണമല്ല. ജലീല് സൂക്ഷിച്ചോളണം കേട്ടോ. അപ്പൊ KT ജലീലിന് ഇപ്പൊ വട്ടളവിയിരിക്കുകയാണ്. തീർത്താ തീരാത്ത വട്ടാണിത്. ഇതൊരു സൈസ് രോഗമാണ്. കുറച്ച് നാളായി PK ഫിറോസിന്റെ ബേക്കിലും തങ്ങന്മാരുടെ ബേക്കിലും അവരുടെ കുറ്റവും കുറവും പറഞ്ഞങ്ങനെ നടക്കുകയാണ് KT ജലീൽ. മുസ്ലിം ലീഗിൽ നിന്ന് പുറത്തു പോയവനാണ് KT ജലീൽ. ഒരു മന്ത്രിസ്ഥാനമൊക്കെ കിട്ടി, കുറച്ച് നാൾ മന്ത്രിയായിട്ടൊക്കെ ഇരുന്ന് കയ്യിലിരിപ്പ് കൊണ്ടാണ് മന്ത്രി സ്ഥാനം പോയത്. ഇനിയും അതിന്റെ പക കെട്ടടങ്ങിയിട്ടില്ല. അതിന് മന്ത്രിസ്ഥാനം പോകാൻ കാരണം PK ഫിറോസും മുസ്ലിം ലീഗുമാണ്, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടിയാണ്? എന്താ തെണ്ടിത്തരം പറയാണ് ഈ KT ജലീലിന്. KT ജലീലിന് വേറെ ഒരു ജോലിയില്ലേ? ഇപ്പൊ അടുത്ത് ജിദ്ദയിൽ വന്നിരുന്ന ഉംറ ചെയ്യാൻ വേണ്ടി മക്കത്ത് പോവാൻ, ഇവിടെ മക്കയിൽ പോയി ഉംറയൊക്കെ ചെയ്ത് വന്നിട്ട് വീണ്ടും പരദൂഷണമാണ് പറയുന്നത്. യമന്റെയൊക്കെ ഉംറ അള്ളാഹു സ്വീകരിക്കും? യമൻ എന്താണ് വട്ടാണ്? അവന് കുറച്ച് ബുദ്ധി ഉണ്ടെന്നാണ് ഞാൻ കരുതിയിരുന്നത്. വിദ്യാഭ്യാസം ഉള്ളവനല്ലേ, വിവരം ഉണ്ടെന്നാണ് കരുതിയിരുന്നത്. യാതൊരു വിവരമില്ലല്ല. നിന്റെ സഹോദരൻ മരിച്ചാൽ ആ ജഡം നീ തിന്നു, അതല്ലേ നീ കാണിക്കുന്നത്? അള്ളാഹു പറഞ്ഞിട്ടില്ലേ നിന്റെ അടുത്ത്? എല്ലാ മനുഷ്യർക്കുമായിട്ട് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ പരദൂഷണം പറയരുത്, ആളുകളെ പറ്റി ആവശ്യമില്ലാത്ത കുറ്റവും കുറവും പറയരുത്? 4-5 വർഷമായി സ്വർണ്ണക്കടത്തും അതുമായിട്ടുള്ള ബന്ധപ്പെട്ട കേസ്, സ്വപ്ന സുരേഷും ഒക്കെ. അപ്പൊ നിനക്ക് നീ ഇതിലെല്ലാം ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പൊ 6 വർഷം കഴിഞ്ഞിട്ടാണ് നീ ഖുർആനും എടുത്ത് പൊക്കി പിടിച്ചുകൊണ്ട് വന്നിട്ട് ഇതില് തൊട്ട് സത്യം ചെയ്യാന്ന് പറയുന്നത്. 6 വർഷം എടുത്താ നീ ഇതിനു വേണ്ടി? എന്താ തെമ്മാടിത്തരമാണ് നീ കാണിക്കുന്നത്? നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? നിനക്ക് അധികാരമോ മറ്റോ മറിച്ചതോ വേണമെന്നുണ്ടെങ്കിൽ നീ അതിനു വേണ്ടി ശ്രമിക്കുക. എന്തായാലും നിന്നെ മുസ്ലിം ലീഗില് യാതൊരു കാരണവശാലും നിന്നെ ഇനി എടുക്കില്ല. പുകഞ്ഞ കൊള്ളി പുറത്ത്. നീ മാർക്സിസ്റ്റുകാരോടെ പോയി. നീ യഥാർത്ഥ ഒരു മുസ്ലിമിന്റെ യാതൊരു പിന്നെ ലക്ഷണവും നിന്നിലില്ല. നീ കാണിക്കുന്ന അത്രയും ശുദ്ധ പോകൃത്തരവും തെമ്മാടിത്തരമാണ്. സ്വപ്ന സുരേഷുമായിട്ടുള്ള ബന്ധങ്ങളും അതും ഇതുമൊക്കെ നാട്ടുകാർ കണ്ടതാണ്, കേട്ടിട്ടാണ്. ഖുർആൻ കടത്തിയതുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ സ്വർണം കയറ്റി എന്നൊക്കെ പറഞ്ഞ അഴിമതി അതും ഇതുമൊക്കെ വന്ന് നീ പുറത്തു പോയതല്ലേ? നിന്നെ പുറത്താക്കിയതല്ലേ അവര്? ഇപ്പൊ മന്ത്രിസ്ഥാനം കിട്ടാതെ നിനക്ക് ഇരിക്കാൻ കഴിയുന്നില്ല, നിനക്ക് തീരെ സഹിക്കുന്നില്ല. PK ഫിറോസ് പൊങ്ങിപ്പോകുന്നു, ചിലപ്പോൾ MLA ആവും, ചിലപ്പോൾ മന്ത്രിയാവും, അടുത്ത UDF മന്ത്രിസഭ വരെയാണെങ്കിൽ. അതൊന്നും നിനക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്തായാലും ശരി, നീ ഇത് നിർത്തണം. നീ അടങ്ങി ഒതുങ്ങി കഴിയണം. നീ അന്തസ്സുള്ള അഭിമാനമുള്ള കുടുംബത്തിൽ പിറന്നവനാണെങ്കിൽ നിനക്കിത് പറ്റിയതല്ല പരദൂഷണം പറയല്. ഇവിടെ നീ ഉംറ ചെയ്തിട്ട് വന്ന് ആളുടെ പരദൂഷണം പറഞ്ഞ, ഇത്രയും വൃത്തികെട്ട സ്വഭാവമുള്ള ഒരു മുസ്ലിമിനെ ഞാൻ കണ്ടിട്ടില്ല. ഇത്രയും വൃത്തികെട്ട. കാരണം നീ മാർക്സിസ്റ്റ് പാർട്ടി പോയെന്നും പറഞ്ഞ് എന്ത് ചെറ്റത്തരം കാണിക്കാന്നാ നിനക്ക്? നിനക്ക് ചോദിക്കാനും പറയാനും ആരും ഇല്ലാന്നാ? നീ എന്താണ് കണക്കാക്കി വെച്ചിരിക്കുന്നത്? നീ റോഡിൽ ഇറങ്ങി നടക്കൂല ഇങ്ങനെയാണെങ്കിൽ, കേട്ടാ? നീ അത് മനസ്സിലാക്കിയോ? നീ യാതൊരു കാരണവശാലും അടുത്ത നിയമസഭ കാണുകയില്ല. അത് ജനങ്ങൾക്ക് മനസ്സിലായി നിന്നെ പറ്റി, നീ എന്താണെന്നും നിന്റെ പ്രവൃത്തി എന്താണെന്നും നിന്റെ ബാക്കിയുള്ള ചെയ്യുകളെ. നീ അതായത് മുസ്ലിം ലീഗ് എന്ന് ചാടി മാർക്സിസ്റ്റ് പാർട്ടി പോയി. മാർക്സിസ്റ്റ് പാർട്ടി നീ അടുത്ത ചാട്ടം ചാടിയ നീ എവിടെയാണ് പോകുന്നതെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം. നീ BJP പോവും. നിനക്ക് എന്തെങ്കിലും വാഗ്ദാനങ്ങൾ കിട്ടിയാൽ നീ എന്ത് ചെറ്റത്തരവും കാണിക്കും. നീ നേരത്തെ PV അൻവറിന്റെ കൂടെ നേരത്തെ പോകാനായിട്ട് നീ ശ്രമിച്ച്, പോവും എന്ന കണ്ടീഷൻ വന്നപ്പോൾ നിനക്ക് ആരോ എന്തോ ഓഫർ തന്നു. അപ്പൊ നീ ഉടനെ ചാടി PV അൻവറിനെ നീ ഒറ്റുകൊടുത്ത്. നീ അങ്ങനത്തെ സാധനമാണ്. അപ്പോ ഇങ്ങനെയുള്ള സ്ഥാനമോഹികളും അധികാരമോഹികളും ഒന്നും രാഷ്ട്രീയത്തിൽ കൂടുതൽ നിൽക്കില്ല. നീ PC ജോർജിന്റെ അവസ്ഥ നിനക്ക് വരും. ആരും വേണ്ടാത്ത ഒരവസ്ഥ വരും.
നീ അത് സൂക്ഷിച്ച് അള്ളാഹുവിനെ ഭയന്ന് സൂക്ഷിച്ച് നീ ജീവിച്ചാൽ നിനക്ക് നല്ലതാണ്. ഓക്കെ, കൂടുതലായിട്ട് ഞാൻ എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട. ഇതിവിടെ കേരള സമൂഹത്തിലുള്ള ആളുകൾ പറയാൻ ആഗ്രഹിച്ചാണ് ഞാൻ ഇവിടെ തുറന്നു പറഞ്ഞു എന്നേ ഉള്ളത്. ഓക്കെ, എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.